4 മണി ചായക്ക് മുട്ട ബജി ആയാലോ? ഇതിനായി 200 ഗ്രാം കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ദാ ഈ പരുവത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കാം. മുട്ട ബജിക്കായി നമുക്ക് കോഴിമുട്ടയോ താറാമുട്ടയോ കാടമുട്ടയോ ഉപയോഗിക്കാവുന്നതാണ്. മുട്ട രണ്ടായി മുറിച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് വിതറി കൊടുക്കാം. ശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് മുട്ട ഓരോന്നായി മാവിലേക്ക് മുക്കി വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അടിഭാഗം നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വേവിക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ളത് കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മുടെ മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കായംപൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഈ മാവിൽ മുക്കി സവാള വടയാക്കി എടുത്തിരിക്കുകയാണ്. മാവ് വെറുതെ കളയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളതുകൊണ്ട് വേറൊരു പലഹാരമായിട്ട് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ സവാള വടയും തയ്യാറായിരിക്കുകയാണ്. മുട്ട ബജിയോടൊപ്പം സവാള വട ഫ്രീ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കി വന്ന മാവ് കൊണ്ടുള്ള സവാള വടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണി പലഹാരം ഇപ്പോൾ 2 എണ്ണമായി കിട്ടിയിരിക്കുകയാണ്. മുട്ട ബജിയും സവാള വടയും റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ, ബൈ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.